CPM നേതാവും തിരുവനന്തപുരം പാളയം ലോക്കൽ സെക്രട്ടറിയുമായ IP ബിനുവിൻ്റെ FB പോസ്റ്റ് വൈറലാകുന്നു. കഴിഞ്ഞ ദിവസം IP നേരിട്ട് കണ്ട ഒരു സംഭവമാണ് വിവരം. ആ സംഭവകഥ ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം. വൈകുന്നേരത്തോടെ AKG സെൻറ്റർ ഓഫീസ് സെക്രട്ടറി സഖാവ് ബിജു കണ്ടക്കൈയുടെ ഫോൺ കോൾ. AKG സെൻറ്ററിലെ ജീവനക്കാരിയുടെ ഭർത്താവിനെ നെഞ്ചുവേദനയെ തുടർന്ന് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഒന്ന് ഇടപെടണമെന്നും അതായിരുന്നു ഫോൺ സംഭാഷണത്തിൻ്റെ അർത്ഥം. ഉടൻ തന്നെ ഞാൻ ഹോസ്പിറ്റലിലെത്തി. അദ്ദേഹം വേദന കൊണ്ട് കമിഴ്ന്നു കിടക്കുന്നു. ഡോക്ടർമാർ പ്രഥമ ശുശ്രൂഷകൾ ആരംഭിച്ചിട്ടുണ്ട്. രോഗിയെ ഉടൻ തന്നെ ICUവിലേക്ക് മാറ്റണം. ഞാൻ RMO ഡോക്ടർ ജയകുമാറിനെ വിളിച്ചു. സാർ ഉടൻ തന്നെ കാഷ്വാലിറ്റിയിലേക്ക് പാഞ്ഞെത്തി. സമയം രാത്രി 7 മണി കഴിഞ്ഞിരുന്നു. പിന്നെ എല്ലാം വളരെ വേഗത്തിൽ. പെട്ടെന്നാണ് ഒരു പ്രതിസന്ധി രൂപപ്പെട്ടത്. രോഗിയെ മാറ്റാൻ ആംബുലൻസ് ലഭ്യമല്ല. ജനറൽ ആശുപത്രിയിലെ ആംബുലൻസ് മറ്റൊരു രോഗിയുമായി മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് നഴ്സ് ഓടി വന്ന് പറയുന്നത് രോഗിയെ ആംബുലൻസിൽ കയറ്റാം, ആംബുലൻസ് എത്തിയിട്ടുണ്ടെന്ന്. ഞങ്ങളെല്ലാം കൂടി ആംബുലൻസിലേക്ക് രോഗിയെ മാറ്റുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആംബുലൻസ് ഓടിക്കുന്നത് റീജിയണൽ മെഡിക്കൽ ഓഫീസർ തന്നെയായ ഡോക്ടർ ജയകുമാർ സാറാണ്. ആംബുലൻസ് പെട്ടെന്ന് കിട്ടില്ലെന്ന് കണ്ട് 9-ാം വാർഡിലുള്ള ആംബുലൻസ് ഡ്രൈവറുടെ അഭാവത്തിൽ രോഗിയുടെ ഗുരുതരാവസ്ഥ കണ്ട് RMO തന്നെ ഓടിക്കുകയാണ്. ജനറൽ ഹോസ്പിറ്റലിൽ വരുന്ന സാധാരണക്കാരായ എല്ലാ മനുഷ്യർക്കും ഏത് സമയവും സമീപിക്കാൻ കഴിയുന്ന ഒരു ഡോക്ടറാണ് ജയകുമാർ. ഇങ്ങനെയും ചില നല്ല മനുഷ്യർ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മഹാഭാഗ്യം. പ്രിയപ്പെട്ട ജയകുമാർ സാറിന് ഹൃദയാശംസകൾ. ഈ മനുഷ്യത്വം വറ്റാതെ നിലനിൽക്കട്ടെ എന്നും IP ആശംസിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.